എല്ലാവർക്കും അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയുടെ സൈക്ലിക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് റിസൾട്ടുകളാണ് സൈക്ലിക് ഗ്രൂപ്പ്സുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണം നമുക്ക് ഇവിടെ കുറച്ച് റിസൾട്ടും കൂടി നോക്കേണ്ടതുണ്ട്. കൊറോളറി 3 generators of finite cyclic groups. Let order of A equal to n, then the cyclic group generated by A equal to cyclic group generated by A raised to j if and only if GCD of n and j equal to 1, and order of A equal to order of the cyclic group generated by A raised to j if and only if GCD of n and j equal to 1. ഈ റിസൾട്ട് ഡയറക്റ്റ് നമുക്ക് കഴിഞ്ഞ റിസൾട്ടിൽ നിന്നും കിട്ടുന്നതാണ്. അതിങ്ങനെയാണ്. ഈ ഒരു റിസൾട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഐ എന്നുള്ളത് 1 ആകുമ്പോഴാണ് നമ്മളുടെ കൊറോളറി വരിക. ഇവിടെ ഐ ഈക്വൽ ടു 1 ആകുമ്പോൾ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ഈക്വൽ ടു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ റൈസ് ടു ജെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി സി ഡി ഓഫ് എൻ ആൻഡ് 1 എന്ന് പറയുന്നതിൻ്റെ ജി സി ഡി എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പോൾ ജി സി ഡി ഓഫ് എൻ ആൻഡ് ജെ ഈക്വൽ ടു 1 എന്നുള്ള നിലയിലേക്ക് വരും. അതുപോലെ തന്നെ ഓർഡർ ഓഫ് എ എന്നുള്ളത് ഐ 1 ആണ്. അപ്പോൾ ഓർഡർ ഓഫ് എ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ജെയ്ക്ക് തുല്യമാണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ റൈസ് ടു ജെയ്ക്ക് തുല്യമാണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി സി ഡി ഓഫ് എൻ ആൻഡ് 1 ദാറ്റ് ഈസ് 1, ജി സി ഡി ഓഫ് എൻ ആൻഡ് ജെ ഈക്വൽ ടു 1 എന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതാണ് കൊറോളറി 3. നമുക്ക് ഇങ്ങനെയൊരു റിസൾട്ടാണ് കിട്ടുക. നമുക്ക് അതുപോലെ തന്നെ കൊറോളറി 4 ജനറേറ്റേഴ്സ് ഓഫ് ഇസഡ് എൻ. ആൻ ഇൻറ്റിജർ കെ ഇൻ ഇസഡ് എൻ ഈസ് എ ജനറേറ്റർ ഓഫ് ഇസഡ് എൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി സി ഡി ഓഫ് എൻ ആൻഡ് കെ ഈക്വൽ ടു 1. ഇതും അതുപോലെ തന്നെ മുമ്പ് പഠിച്ച റിസൾട്ടുകളിൽ നിന്നും ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഫൈൻഡ് ഓൾ ജനറേറ്റേഴ്സ് ഓഫ് ദി സൈക്ലിക് ഗ്രൂപ്പ് യു ഓഫ് 50. 50ക്ക് താഴെയുള്ള 50യുമായിട്ട് റിലേറ്റീവ്ലി പ്രൈംസ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് യു ഓഫ് 50യിൽ വരിക അല്ലേ. അപ്പോൾ ഓർഡർ ഓഫ് യു 50 എന്തായിരിക്കും? നമുക്കതിന് വേണ്ടിയിട്ട് ഈ 50യെ ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ നടത്തി നോക്കാം. അപ്പോൾ 2 × 5² എന്നുള്ള നിലയിൽ എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് 50യുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള 50ക്ക് താഴെയുള്ള എലമെൻറ്റ്സ് ആണ്. അപ്പോൾ 50യുടെ ഘടകങ്ങളായിട്ട് വരുന്ന അല്ലെങ്കിൽ ഫാക്ടേഴ്സായിട്ട് വരുന്ന 50ക്ക് താഴെയുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയെന്ന് നോക്കാം. അത് നമുക്ക് 50യിൽ നിന്നും കുറച്ചാൽ മതിയല്ലോ. അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ യു ഓഫ് 50 എന്ന് പറയുന്നത് നമുക്ക് ആ എലമെൻറ്റ്സ് കുറച്ചാൽ മാത്രം മതി. അപ്പോൾ 2ൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാം 50യിലുണ്ടാവും. 50യുടെ 2ൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാം നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ 5ൻ്റെ മൾട്ടിപ്പിൾസ് 2ഉം 5ഉം 50യുടെ ഘടകങ്ങളായതുകൊണ്ട് തന്നെ അതിൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാം നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ 2, 4, 6 എറ്റ്സെട്ര 50 നമുക്ക് 25 എലമെൻറ്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ 5ൻ്റെ മൾട്ടിപ്പിൾസ് 2ൻ്റെ മൾട്ടിപ്പിൾസുമായിട്ട് കോമൺ ആയിട്ടുള്ളവ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് 5 എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ 30 എലമെൻറ്റ്സ് 50യിൽ നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഓർഡർ ഓഫ് യു 50 എന്ന് പറയുന്നത് 20 ആയി മാറും. അപ്പോൾ 20 എലമെൻറ്റ്സ് ഉള്ള സൈക്ലിക് ഗ്രൂപ്പാണ് യു ഓഫ് 50 എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നമുക്കൊരു ജനറേറ്റർ അതിൽ കണ്ടെത്താൻ ശ്രമിക്കാം. 3 എന്നുള്ള ഒരു എലമെൻറ്റ് നമുക്ക് നോക്കാം. 3 എന്നുള്ള ഒരു ജനറേറ്റർ ആകുമോ എന്നുള്ളത് നോക്കിയാൽ നമുക്ക് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ മോഡൽ ഓഫ് 50 ആണ് ഓപ്പറേഷൻ. അപ്പോൾ 3, 3², 3 raised to 3, 3 raised to 4 എറ്റ്സെട്ര നോക്കുമ്പോൾ നമുക്കത് മൾട്ടിപ്ലിക്കേഷൻ മോഡൽ ഓഫ് 50യിൽ ഇങ്ങനെ എലമെൻറ്റ്സ് കിട്ടും.
3, 9, 27, 31, 43, 29, 37 എറ്റ്സെട്ര. ഇങ്ങനെ ഈ കാണിച്ചിരിക്കുന്ന എലമെൻറ്റ്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3യുടെ പവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ മോഡൽ ഓഫ് 50ൽ നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 30 എലമെൻറ്റ്സ് ആണ്. അപ്പോൾ 3 എന്ന് പറയുന്നത് ഈ യു ഓഫ് 50യെ നമുക്ക് ജനറേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഈ എലമെൻറ്റ്സ് എല്ലാം 50ആയിട്ട് റിലേറ്റീവ്ലി പ്രൈംസ് ആയിട്ടുള്ള 50ക്ക് താഴെയുള്ള എലമെൻറ്റ്സ് തന്നെയാണ്. യു ഓഫ് 50യുടെ എല്ലാ എലമെൻറ്റ്സ് 3 ജനറേറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ 3 ഈസ് എ ജനറേറ്റർ ഓഫ് യു ഓഫ് 50 എന്നുള്ളത് നമുക്ക് പറയാം. ഇനി നമുക്ക് 3 മാത്രമല്ല എല്ലാ ജനറേറ്റേഴ്സും കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ദ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 3 ഈസ് U50 എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ പഠിച്ച റിസൾട്ടുകൾ വെച്ച് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? GCD ഓഫ് 20 and 3 എന്ന് പറയുന്നത് 1 ആണ് എന്നുള്ളത് നമുക്കറിയാം. അതോടൊപ്പം സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 3 ഈക്വൽ ടു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 3⁻³ എന്നുള്ളത് നമ്മൾക്കറിയാം. അതാണ്ട് ഈ റിസൾട്ട് പറയുന്നത് കൊറോളറി 3 പറയുന്നത് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ഈക്വൽ ടു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ A⁻J ഇഫ് ആൻഡ് ഓൺലി ഇഫ് GCD ഓഫ് N and J ഈക്വൽ ടു 1 എന്നുള്ളതാണ്. ഇവിടെ J എന്ന് പറയുന്നത് 3 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 3യും 20യും റിലേറ്റീവ്ലി പ്രൈംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ they are relatively primes and therefore cyclic group generated by 3 equal to cyclic group generated by 3³ എന്നുള്ളത് നമുക്ക് പറയാം. ദാറ്റ് ഈസ് 3³ എന്ന് പറയുന്നത് 27. അപ്പോൾ 27ഉം ഈ ഗ്രൂപ്പിനെ സൈക്ലിക് ഗ്രൂപ്പിനെ ജനറേറ്റ് ചെയ്യുന്നു എന്ന് കാണാം. അപ്പോൾ ഇനി 3 വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള എലമെൻറ്റുകളെല്ലാം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ കൊറോളറി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം GCD ഓഫ് N and J ഈക്വൽ ടു 1 ആ റിലേറ്റീവ്ലി പ്രൈംസ് ആയിട്ടുള്ള ജെകളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ജോലി എന്നുള്ളത്. അപ്പോൾ GCD ഓഫ് 20 and 7 1 ആണ്. GCD ഓഫ് 20 and 9 1 ആണ്. 20 and 11 1 ആണ്. 20 and 13 1 ആണ്. 20 and 17 1 ആണ്. 20 and 19 1 ആണ്. നമുക്ക് 20ക്ക് താഴെയുള്ള 20യുമായിട്ട് റിലേറ്റീവ്ലി പ്രൈംസ് ആയിട്ടുള്ള എല്ലാ എലമെൻറ്റ്സുകളെയും നമ്മൾ കണ്ടെത്തി. ഇനി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് 3 എന്നുള്ള ഒറ്റ ജനറേറ്റർ കൊണ്ട് നമുക്ക് മുഴുവൻ ജനറേറ്റേഴ്സിനും കണ്ടെത്താം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ദ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 3ക്ക് തുല്യമായിരിക്കും 3⁻7ഉം. കാരണം 7 എന്ന് പറയുന്നത് GCD ഓഫ് 20 and 7 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഈ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 3 ഈസ് ഈക്വൽ ടു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 3⁻7. ആ 3⁻7 എന്ന് പറയുന്നത് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ മോഡൽ ഓഫ് 50ൽ നമുക്ക് 37 എന്ന് പറയുന്ന എലമെൻ്റാണ്. അപ്പോൾ 37 ജനറേറ്റ് ചെയ്യുന്ന സെറ്റും നമുക്ക് U50 ആണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതും 37ഉം ഒരു ജനറേറ്ററാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ GCD ഓഫ് 20 and 9 1 ആയതുകൊണ്ട് തന്നെ 3⁻9 ജനറേറ്റ് ചെയ്യുന്ന സെറ്റും പിന്നെ 3⁻9 എന്നുള്ള എലമെൻറ്റും ജനറേറ്റർ ഓഫ് U50 ആണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ അതായത് അത് 3⁻9 എന്ന് പറയുന്നത് 33 ആണ് വരിക. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും. GCD ഓഫ് 20 and 11 1 ആണ്. അതുകൊണ്ട് തന്നെ 3⁻11 ജനറേറ്റ് ചെയ്യുന്ന സെറ്റും 3⁻11 എന്നുള്ള എലമെൻറ്റും ജനറേറ്ററാണ് എന്നുള്ളത് മനസ്സിലാക്കാം. 3⁻11 47 ആണ്. അതുപോലെ തന്നെ 3⁻13 ദാറ്റ് ഈസ് 23 ജനറേറ്റ് ചെയ്യുന്നുണ്ട്. 17 വരുമ്പോൾ 3⁻17 ജനറേറ്റ് ചെയ്യുന്ന സെറ്റ് ദാറ്റ് ഈസ് 13 ഈസ് ആൾസോ എ ജനറേറ്റർ. GCD ഓഫ് 20 and 19 ഈസ് 1. ദെൻ ദ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 17 ദാറ്റ് ഈസ് 3⁻19 ഈസ് ആൾസോ എ ജനറേറ്റർ ഓഫ് U50 എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ഒരു ജനറേറ്റർ കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ജനറേറ്ററുകളെല്ലാം കണ്ടെത്താമെന്നുള്ളത്. ഒരു ജനറേറ്റർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ജോലി.
അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ എലമെൻറ്റുകളെയും നമുക്ക് ഈ ഒരു ഒറ്റ കൊറോളറി കൊണ്ട് നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ള നിലയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അടുത്തൊരു ഉദാഹരണം, എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഒരു ഗ്രൂപ്പിലെ എലമെൻ്റാണ്. അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 100 ആണ്. നമുക്ക് ഓർഡർ ഓഫ് എ റൈസ് ടു 98 കാണണം, ഓർഡർ ഓഫ് എ റൈസ് ടു 70 കാണണം. നമുക്ക് 98ഉം 100ഉം 100 ആണ് ഇവിടുത്തെ ഓർഡർ ഓഫ് എ എന്നുള്ളത്. അത് നമുക്ക് n ആണ് അവിടെ റിസൾട്ടിൽ. അപ്പോൾ 100ൻ്റെയും 98ൻ്റെയും GCD എന്ന് പറയുന്നത് നമുക്ക് എളുപ്പം കാണാനായിട്ട് പ്രൈം ഡീകമ്പോസിഷനിൽ നമുക്ക് നോക്കുമ്പോൾ 2 സ്ക്വയർ 5 സ്ക്വയർ ആൻഡ് 2 ഇൻറ്റു 7 സ്ക്വയർ എന്നുള്ളത് വരും. ദാറ്റ് ഈസ് GCD എന്ന് പറയുന്നത് 2 എന്ന് വരും. അപ്പോൾ നമുക്കറിയാം എ റൈസ് ടു 98 ജനറേറ്റ് ചെയ്യുന്ന സെറ്റ് എന്ന് പറയുന്നത് എ സ്ക്വയർ ജനറേറ്റ് ചെയ്യുന്ന സെറ്റിന് തുല്യമായിരിക്കും. അതോടൊപ്പം ഓർഡർ ഓഫ് എ റൈസ് ടു 98 എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എ സ്ക്വയർ ആയിരിക്കും. നമുക്കതിൻ്റെ റിസൾട്ട് അറിയാം, അതിൻ്റെ ഇക്വേഷൻ അറിയാം. എ സ്ക്വയറിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാൻ 100 ഡിവൈഡ് ബൈ 2 നോക്കിയാൽ മതി, ദാറ്റ് ഈസ് 50. ഇനി GCD ഓഫ് 100 ആൻഡ് 70 നോക്കുമ്പോൾ GCD ഓഫ് അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ, പ്രൈം പവർ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് 2 സ്ക്വയർ 5 സ്ക്വയർ 2 ഇൻറ്റു 5 ഇൻറ്റു 7. അവിടെ കോമൺ ഫാക്ടർ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് 2 ആണ്. 2 ഇൻറ്റു 5 ആണ്, ദാറ്റ് ഈസ് 10. എ റൈസ് ടു 70 ജനറേറ്റ് ചെയ്യുന്ന സെറ്റ് അതുകൊണ്ട് തന്നെ എ റൈസ് ടു 10 ജനറേറ്റ് ചെയ്യുന്ന സെറ്റിന് തുല്യമായിരിക്കും. അതോടൊപ്പം ഓർഡർ ഓഫ് എ റൈസ് ടു 70 ഈക്വൽ ടു ഓർഡർ ഓഫ് എ റൈസ് ടു 10, ദാറ്റ് ഈസ് 100 ഡിവൈഡ് ബൈ ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് n ഡിവൈഡ് ബൈ GCD ഓഫ് n ആൻഡ് k അല്ലേ. ഇവിടെ k എന്ന് പറയുന്നത് 10 GCD ഓഫ് n ആൻഡ് k എന്ന് പറയുന്ന സംഗതി വരും. അപ്പോൾ അതാണ് 10 ഇവിടെ വരുന്നത്. അപ്പോൾ 100 ഡിവൈഡ് ബൈ 10 ദാറ്റ് ഈസ് 10. നമ്മളാ തന്നിട്ടുള്ള റിസൾട്ടുകൾ അനുസരിച്ചിട്ട് ഉള്ള പ്രോബ്ലമാണ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, ഗ്രൂപ്പിലുള്ള ഒരു എലമെൻറ്റ്, അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 48 ആണ്. നമുക്ക് കാണേണ്ടത് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. എ റൈസ് ടു 21 ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പ് ഈക്വൽ ടു എ റൈസ് ടു k ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പ്. അവിടെ നിന്ന് നമുക്ക് k കണ്ടുപിടിക്കണം. ഫൈൻഡ് എ ഡിവൈസർ k ഓഫ് 48 സച്ച് ദാറ്റ് cyclic group generated by a raised to 21 equal to a raised to the cyclic group generated by a raised to k. അതുപോലെ തന്നെ 14 a raised to 14 ജനറേറ്റ് ചെയ്യുന്ന സെറ്റിന് തുല്യമായിട്ടുള്ള സെറ്റിൻ്റെ പവർ k കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ a raised to 18 ജനറേറ്റ് ചെയ്യുന്ന സെറ്റിൻ്റെ ഈക്വലായിട്ടുള്ള ഇൻറ്റിജർ k കണ്ടുപിടിക്കുക. ഇതെങ്ങനെയാണെന്ന് നോക്കാം. GCD ഓഫ് 48 ആൻഡ് 21. 48 എന്ന് പറയുന്നത് നമ്മുടെ ഓർഡർ ഓഫ് എ ആണ്. 21 എന്ന് പറയുന്നത് നമ്മുടെ k ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ റിസൾട്ട് പ്രകാരം GCD ഓഫ് 48 ആൻഡ് 21 എന്ന് പറയുന്നത് നമുക്ക് 3 ആണെന്ന് കിട്ടും. ഇനി നമുക്കറിയാം എ റൈസ് ടു k ജനറേറ്റ് ചെയ്യുന്ന സെറ്റ് എന്ന് പറയുന്നത് എ റൈസ് ടു GCD ഓഫ് n ആൻഡ് k എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഒരു റിസൾട്ട് നമ്മൾ തിയറം 4.2 എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എ റൈസ് ടു k എന്നുള്ളത് ജനറേറ്റ് ചെയ്യുന്ന സെറ്റ് എന്ന് പറയുന്നത് എ റൈസ് ടു GCD ഓഫ് n ആൻഡ് k ജനറേറ്റ് ചെയ്യുന്ന സെറ്റ് ആയതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ റൈസ് ടു 3, ദാറ്റ് ഈസ് k ഈക്വൽ ടു 3 എന്നുള്ളത് വരും. ബാക്കിയുള്ളതും അതുപോലെ തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. GCD ഓഫ് 48 ആൻഡ് 14, ദാറ്റ് ഈസ് GCD ഓഫ് 2 റൈസ് ടു 4 ഇൻറ്റു 3 ആൻഡ് 2 ഇൻറ്റു 7, ദാറ്റ് ഈസ് 2. Then cyclic group generated by a raised to 14 equal to the cyclic group generated by a square, that is k equal to 2. അതുപോലെ തന്നെ 48 ആൻഡ് 18ൻ്റെ GCD എന്ന് പറയുന്നത് 6 കിട്ടും. അവിടുന്ന് k എന്ന് പറയുന്നത് 6 കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ഒരു 1-2 പ്രോബ്ലംസ് ആണ്. ലെറ്റ് a be an element of a group and let order of a equal to 15. Compute the orders of the following elements of G: a cube, a raised to 6, a raised to 9, a raised to
12, a raised to 5, a raised to 10, a square, a raised to 4, a raised to 8 and a raised to 14. Find all generators of Z. Let A be a group element and that has infinite order. Find all generators of A. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ബാക്കി അടുത്ത ക്ലാസ്സിൽ.